ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പ്രഷർ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ശരിക്കും വാർക്കയുടെ മുകളിൽ കൊടുക്കുന്ന സമയത്ത് അത്രയും പ്രഷർ നമുക്ക് ഏറ്റവും ടോപ്പിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അത് കൂട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡ് നമുക്ക് എങ്ങനെ സ്ട്രോങ് ആയിട്ട് കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാം തന്നെ ചാനലിൻ്റെ സിസ്റ്റം തന്നെ ചെയ്തതിന് ശേഷം മുകളിൽ ആംഗ്ലെയറാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. കാരണം 1000 ലിറ്റർ അല്ലെങ്കിൽ 2000 ലിറ്ററിൻ്റെ ടാങ്കാണ് നമ്മളിതിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ഇരിപ്പ് ലോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കൊടുക്കുന്ന ടാങ്ക് ജസ്റ്റ് ബെൻഡ് ആയി കഴിഞ്ഞ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം നമ്മൾ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം പണിയുമ്പോൾ. അപ്പോൾ അതെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, ആദ്യമേ തന്നെ നമുക്ക് സ്റ്റാൻഡിൻ്റെ അടിയിൽ കണ്ടോ, നമുക്ക് ആങ്കർ ബോൾട്ട് കാര്യങ്ങളൊക്കെ അടിക്കുന്നതിന് വേണ്ടിയിട്ടും ലെവൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 കാലിലും, അതായത് അതിൻ്റെ കാലിലും വരുന്നത് സെപ്പറേറ്റ് ഒരു പീസുകൾ വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുന്നതാണ് സാർ. ഇത് വേറെ ഒന്നുമില്ല, അത്യാവശ്യം ലോഡ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈക്വലൈസ് ചെയ്ത് പോകുന്നതിനും അത് തന്നെ കുഴിഞ്ഞു പോകാതിരിക്കുന്നതിനും, ഏതെങ്കിലും ഒരു സൈഡ് കുഴിഞ്ഞു പോകാതിരിക്കുന്നതിനും വളരെ നല്ലതാണ്. പിന്നെ സപ്പോർട്ട് നോക്കുക, ഉണ്ടോ, മുകളിൽ നിന്നും സെൻറ്ററിലേക്ക് 2 സൈഡുകളിലേക്ക് സെൻറ്ററിലേക്ക് സപ്പോർട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, നമ്മൾ വെള്ളം വരുന്ന സമയത്ത് അത്രയും ഫുൾ ലോഡാവുന്ന സമയത്ത് സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് ബെൻഡാവാൻ, അതായത് ബെൻഡ് എന്ന് വെച്ചാൽ ചെറിയതൊന്ന് വളയാനുള്ള ചാൻസസ് കൂടുതലാണ് അത്രയും ഇരിപ്പ് ലോഡ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയും കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും താഴെ 4 കാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലും അതിൻ്റെ ആംഗ്ലെയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കമ്പിയിൽ സ്ട്രോങ് ആയിട്ട് കൊടുക്കണം. അതുമാത്രമല്ല, പിന്നെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വല്ലപ്പോഴും നമുക്കൊന്ന് ടാങ്ക് കാര്യങ്ങളൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഏണി അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. ഏറ്റവും നല്ലത് ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം, സ്റ്റാൻഡിൽ ഏറ്റവും മുകളിൽ ടാങ്ക് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും നടക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും അത്യാവശ്യം ക്ലീനിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതല്ല, നമുക്ക് ഈ രീതിയിലാണെങ്കിലും അത്യാവശ്യം ടാങ്ക് വെച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കയറി നിന്ന് ചെയ്യാവുന്ന രീതിയിലായാലും നമുക്കൊരു ഗോണി സിസ്റ്റം സൈഡിൽ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമില്ല, നമ്മൾ സ്റ്റാൻഡിൽ വരുന്ന വെള്ളത്തിൻ്റെ ഹൈ വെയിറ്റ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും വരുന്നത്. അപ്പോൾ സ്റ്റാൻഡ് വളഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതായത് സെൻറ്ററിൽ സ്റ്റാൻഡ് വളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ബെൻഡാവും. ടാങ്ക് ബെൻഡായി കഴിഞ്ഞാൽ PVC അത് എന്തായാലും തന്നെയാണ് പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാൻഡ് പണിയുമ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കണം. സപ്പോർട്ട് കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സെൻറ്ററിൽ നിന്ന് കൊടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഈക്വലൈസ് ചെയ്തിട്ട് എല്ലാ കാലിലേക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതുമാത്രമല്ല, മിനിമം നമുക്ക് ഒരു 5 അടി ഹൈറ്റെങ്കിലും നമുക്ക് സ്റ്റാൻഡിനുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ, താഴത്തെ ഫ്ലോറിൽ കുഴപ്പമുണ്ടാവില്ല, ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രശ്നം ഉണ്ടാവില്ല. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഷവറിൽ നമ്മൾ ഡൈവേർട്ടർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നെങ്കിൽ ഷവറിൽ ഹൈ പ്രഷർ കിട്ടണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മിനിമം 5 അടി ഹൈറ്റിലെങ്കിലും നമ്മൾ സ്റ്റാൻഡ് കൊടുത്തിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലും നമുക്കിത് ചെയ്യാനുള്ളൊരു വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so